ഈ ചോയ്സും ഉണ്ട്, സിനിമയുടെ ചോയ്സും ഉണ്ട്, പുറത്താളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെ ഈ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡിൽ തന്നെ എടുക്കുമായിരുന്നു. മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ കമന്റ്സ് നെഗറ്റീവ് എല്ലാം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല ഞാൻ 20s ബോളിവുഡിൽ പോയിട്ട് ഡാൻസ് നമ്പർ ഒക്കെ ചെയ്യാം. അതൊരു ഒരു സാധ്യത പോലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെയാ മാനേജ് ചെയ്തത്? അഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മിസ് ഇന്ത്യ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോളിവുഡിൽ പോണത്. ഐറ്റം നമ്പേഴ്സ് ചെയ്യണോ സിനിമ ചെയ്യണോ അതൊക്കെ എന്റെ തീരുമാനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അല്ലല്ല, എനിക്ക് എന്റെ അച്ഛനമ്മേനെ പോറ്റാനൊന്നുമില്ല. എന്റെ അച്ഛൻ വാസ് എൻ എക്സ് സർവീസ്മാൻ. ആ മൂപ്പർക്ക് നല്ല പെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പൊ എനിക്ക് അവരെ നോക്കാനൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല, ഞാൻ എൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം മറ്റേ ട്രാവൽ എന്നോ. സോ കുറെ ട്രാവൽ ചെയ്തു, കുറെ എന്താ പറയാ, കുറെ പ്ലേസ് എല്ലാം കാണാറുണ്ടായിരുന്നു. നമ്മളുടെ നോ ഐ ഡോണ്ട് ഡ്രിങ്ക്. സോ നോ ഐ ലവ് ലൈഫ്. ലൈഫിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഞാൻ എൻ്റെതായ ലോസിൽ പോയ ആളാണ്. അങ്ങനെയല്ല ദാറ്റ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ലോസിൽ പോയിട്ടുണ്ട്. ആ ലോന്ന് പൊങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറി അത് കഴിഞ്ഞ് ആ രീതിയിൽ ഒരു ദിസ് ഇസ് എ കൾട്ടിവേറ്റഡ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഇപ്പോഴത്തെ. ബ്രിക്ക് ബൈ ബ്രിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിട്ടല്ല. ഐ ഹാവ് ഗോൺ ത്രൂ മൈ ലോസ് ആൻഡ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എന്താണ് റോക്ക് ബോട്ടമിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബൗൺസ് ബാക്ക് ആയത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന് പോസിറ്റീവായിട്ട് എടുത്താൽ തിങ്സ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ കുറേ ആൾക്കാർ കുറയും. നമ്മുടെ ഡ്രോയിങ് റൂം ആദ്യം ഭയങ്കര നിറഞ്ഞിട്ടായിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിങ്ങനെ കുഴഞ്ഞ് കുറച്ച് ആൾക്കാരാണ്. ആ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. നമുക്ക് കുറേ ആൾക്കാരുണ്ടാവുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആവുക. ലെസ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾവേസ്. എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു സമയം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഒന്നും പറയാതെ എല്ലാം പറയാൻ പറ്റുക, അതാണ് ഏറ്റവും പ്ലസ് ഉണ്ടാവുക. ആളുകളെയും കിട്ടും. അത് ആലോചിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മാനിഫെസ്റ്റ്. You believe in manifesting? Of course, I manifest. ഏറ്റവും വലുതായിട്ട് അങ്ങനെയായിട്ട് ആഗ്രഹം മാനിഫെസ്റ്റ്? മോള്. I wanted a daughter, I got a daughter. I wanted a husband who was a good human being. I got my husband. You adore after a failed marriage. What point did you believe or you thought നമുക്ക് ഫെയിലിയേഴ്സിനെ പറ്റി സംസാരിക്കാം? I can talk any day. അത് അങ്ങനെ എല്ലാ ആളുകളും വോക്കലാവില്ലല്ലോ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്. എന്തിന്? അവര് പാവാത്തോണ്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഐ ബിലീവ് ഇൻ സേയിങ് ദാറ്റ് ഐ എം എ ഹ്യൂമൻ ബീങ്. എനിക്ക് തെറ്റ് ചെയ്യാനുള്ള ഫുൾ ലൈസൻസ് ഉണ്ട്. പക്ഷെ അതിന് ഓവ് ചെയ്യാനും ഒരാളാണ്. ഐ അക്സെപ്റ്റ് മൈ ഫോൾട്സ്. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ ബുദ്ധി ആയ ഒരാളല്ലല്ലോ നമ്മൾ ആവുക. ഓരോരോ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഐ കെയിം ഫ്രം എ വെരി ഫുൾ ഡ്രോയിങ് റൂം. Now I have very few people to sit on my drawing room. Now I have a big hall, but I have a very minimal seats. Nice. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ക്രിയേറ്റീവ് ആണോ എങ്ങനെയാ അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അന്ന് അത് ഭയങ്കര പുതിയ കാര്യമാണ്. ദാറ്റ് യു മെയ്ഡ് യുവർ ഹസ്ബൻഡ് കട്ട് ദ അംബിലിക്കൽ കോർഡ്. അല്ല, ചെയ്തില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടീനെ എടുത്തിങ്ങനെ മേലെ വെക്കണം, ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ മേലെ വെക്കണം. അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഡോക്ടറുടെ അടുത്ത്. ഇതൊക്കെ ഞാൻ ആലോചിച്ചെടുത്തതാണോ? അതൊക്കെ ഐ എൻജോയ്ഡ്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഐ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ജാസ്റ്റ് റിയാലിറ്റി ഷോവും മൂവീസും ചെയ്തതാണ്, ഷോസ് ചെയ്തതാണ്, ഡാൻസ് ഷോസ് ചെയ്തതാണ്. ആ വയറ് വെച്ചിട്ട് ഐ തിങ്ക് ഐ വാസ് സോ ഫോർ ഇറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻ്റാണ് പ്രഗ്നൻസി. ഞാൻ തോട്ട് വന്നത് കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കാം, അപ്പൊ ഹസ്ബൻഡ് വന്നത് കട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ എങ്ങനെയാ അത് ഇമാജിൻ ചെയ്തത്? അത് എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു ലൈഫ് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ വെക്കണം. അവളിങ്ങനെ ഇളകി ഒന്ന് ചെയ്തപ്പോൾ ഞാൻ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്.
അത് അമ്മമാർക്ക് മനസ്സിലാക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അംബിക്കൽ കോട ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഇത്ര ദൂരം നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീ പറയാണ് അവിടുന്ന് ഇവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. ആ ഒരു എന്തോ മുപ്പര് അങ്ങനെ സ്തംഭിച്ചു പോയി, സ്റ്റക്കായി പോയി, ബട്ട് ഐ വാണ്ടഡ് ഹിം ടു കട്ട് ദം. എത്ര പ്രാവശ്യം ഡോക്ടർ ഞാൻ കേൾക്കുന്നുണ്ട്, ഡോക്ടർ ഞാൻ കണ്ണാ കം കട്ട് ശ്രീ ഒന്നുമില്ല. മോസ്റ്റ് സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? ഐ ഡോണ്ട് നോ അബൌട്ട് മോർ, ഐ എൻജോയ്ഡ് ഇറ്റ്. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ, യൂട്യൂബ് വന്നപ്പോ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോ എല്ലാരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവര് വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും ഐറണി ഒന്നുമല്ല, എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ ഏറ്റവും പറയുന്നത് നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പം എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായ ഫസ്റ്റോ ബെസ്റ്റോ ഫസ്റ്റ് അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട, അതാവണ്ട, അത് നിങ്ങൾക്ക് ആവണ്ട എന്ന് പറഞ്ഞാല് നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദക്കാ പറഞ്ഞു, പുള്ളിക്ക് മലയാളം അറിയില്ല. ശ്വേതമേനോൻ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ശ്വേതമേനോൻ എന്താ പറയാനുള്ളത്? ഡോണ്ട് ടേക്ക് us lightly. We will bounce back. ഈസി ആയിട്ട് എടുക്കരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. Yeah. Every dog has its day എന്ന് പറഞ്ഞ പോലെ. അത് ആണുങ്ങൾക്കല്ല, ഇറ്റ്സ് ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ സ്ത്രീകളും അത്ര തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. Men or women, who is more toxic in a relationship? It depends. Person to person. Yeah. അതിന് ജെൻഡർ ഇല്ല. ടോക്സിക് ഹാസ് നോ ജെൻഡർ. ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യാൻ നിന്നിട്ടുണ്ടോ? അത് അയാളെ വിട്ടിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല. ഞാൻ ഒരാളെയും അതില്ല. ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഫ്യൂച്ചറിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട്. One of the contestants is in the jail now. അന്ന് നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും. അല്ല, അത് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമല്ലോ. ഓക്കെ ഫൈൻ. എന്താ ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിൽ കൊടുക്കുക? എന്റെയോ? സ്റ്റോറി ഓഫ് എ ഗോ ഗെറ്റർ എന്ന് കൊടുക്കട്ടെ. ആലോചിച്ചു, മെസ്സേജ് അയക്കാം. അങ്ങനൊന്നും പറ്റില്ല, അതിനുള്ള നേരമൊന്നുമില്ല. അനശ്വരം. ഓക്കെ, അനശ്വരത്തില് ഫാന്റസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കോണ്ടന്റ്? ഫാന്റസി. അത് പറ. ഫാന്റസി ഞാൻ പറഞ്ഞതല്ലേ ടൈറ്റില്, കോണ്ടന്റ് പറ. ഫാന്റസി ഉണ്ടാവും. നല്ല മറ്റേ നമ്മൾ പറയില്ലേ, ചില ആണുങ്ങളുടെ പറ്റി ആലോചിക്കും, ആണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണ ആലോചിക്കും, അല്ലാതെ സെൽഫ് സോളോ ട്രിപ്പിന് പോകാൻ ആലോചിക്കും. ഫാന്റസി എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളുണ്ട്. നല്ല മസാജ് കിട്ടാനുള്ള ഒരു നല്ല സ്ഥലത്ത് പോകാൻ നോക്കും. പിന്നെ കുറെ പൈസ ഫാന്റസി ചെയ്യും, പിന്നെ റിവൈൻഡ് ചെയ്യാൻ നോക്കും. അതാണ് ഫാന്റസി. അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റീലിവ് ചെയ്യാൻ നോക്കും. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താ? നോ സീക്രട്ട്. ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വാലിറ്റി. ഐ ബിലീവ് ഇൻ പവർ. ഐ പ്രേ. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് ഭജനം കീർത്തനം ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ബിലീവ് ഇൻ മൈ മദർ. ഐ ബിലീവ് ഇൻ മൈ അച്ഛൻ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഗോഡ് മൈ അച്ഛൻ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നല്ല എണ്ണ തേച്ച് കുളിക്കും.
സ്പിരിച്വൽ ആയിട്ട് പറ അത് എണ്ണ തേച്ച് കുളിക്കാൻ എന്താ സ്പിരിച്വൽ? അല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. സ്പിരിച്വൽ ആയിട്ട് പറ, താത്വികമായിട്ട് പറ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? അമ്പലത്തിൽ പോവും. അല്ലാതെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അവരെ ഇരുന്ന് വിളിച്ച് സംസാരിക്കും. ജസ്റ്റ് ടോക്കിംഗ് ഓൺലി ഹീൽസ്, നെവർ കീപ്പ് എനിത്തിങ്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സ്ലേറ്റ് പോലെ ക്ലീൻ ആണ്, വൈറ്റ് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡ് ആയിട്ട്. അല്ലാതെ കാര്യം എന്താ? അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ? അതുപോലെ ആയിരിക്കണം മനസ്സുറങ്ങും. പിന്നെ രാവിലെ നീട്ടിട്ട് വീണ്ടും എന്തെങ്കിലും ആയി കുശുമ്പ് കൊണ്ടായ രാത്രി ഡസ്റ്റ് എടുത്തോ. ടുമോറോ another day. നൈസ്.